നമസ്കാരം. 9ാം വിവാഹ തട്ടിപ്പിന് ഒരുങ്ങവേ അധ്യാപികയായ സമീറ ഫാത്തിമ അറസ്റ്റിലായ സംഭവത്തിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. സമീറയുടെ തട്ടിപ്പ് ആരംഭിച്ചിട്ട് 15 വർഷത്തിലേറെയായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 7 വർഷത്തിലേറെയായി ഒളിവിൽ കഴിയുകയായിരുന്ന ഇവർ ഇതുവരെ 8 പേരെയാണ് വിവാഹം കഴിച്ചത്. വിവാഹശേഷമാണ് സമീറയുടെ തനി സ്വരൂപം പുറത്തുവരുന്നത്. ആദ്യ രാത്രി വരൻ മണിയറയിലെത്തുന്നതോടെ സമീറ ഭീഷണി ആരംഭിക്കും. വിവാഹമോചനം നേടാതെയാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും ആവശ്യപ്പെടുന്ന പണം നൽകിയില്ലെങ്കിൽ താൻ കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തും. വരനിൽ നിന്നും ലക്ഷങ്ങളാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പണം അക്കൗണ്ടിലെത്തിയാൽ പിന്നെ രാവിലെ തന്നെ അവർ സ്ഥലം കാലിയാക്കും. പിന്നെ സമീറയെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുമെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. 9ാമത്തെ വിവാഹത്തിന് മുൻപാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സമീറ അറസ്റ്റിലാകുന്നത്. 9ാമത്തെ വരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് അറസ്റ്റ്. 15 വർഷത്തോളമായി വിവിധ ഇടങ്ങളിൽ നിന്നായി 8 പേരെ സമീറ കബളിപ്പിക്കുകയായിരുന്നു. വിവാഹശേഷം സമ്പന്നരായ മുസ്ലിം യുവാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സമീറയ്ക്ക് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമുണ്ട്. 8 പേരെ വിവാഹം കഴിച്ച് ഓരോരുത്തരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ അധ്യാപികയാണ് സമീറ. 9ാമത്തെ വിവാഹത്തിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് യുവാവുമായി ചായക്കടയിൽ സംസാരിച്ചിരിക്കവെയാണ് ഇവരെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സമീറയ്ക്കെതിരെ 2023 മാർച്ച് മാസത്തിലാണ് ആദ്യ പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. ഗുലാം പത്താൻ എന്നയാളായിരുന്നു പരാതിക്കാരൻ. 2010 മുതൽ ആരംഭിച്ച വിവാഹ തട്ടിപ്പിലൂടെ കോടികളാണ് സമീറ തട്ടിയത്. സമീറ നേരത്തെ സ്കൂൾ അധ്യാപികയായി ജോലി നോക്കിയിരുന്നു. അതിനുശേഷമാണ് വിവാഹ തട്ടിപ്പിലേക്ക് കടന്നത്. വിവാഹമോചിതയും ഒരു കുട്ടിയുടെ അമ്മയും എന്ന് പറഞ്ഞാണ് ഇവർ 8 പേരെയും വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച ഭർത്താക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇവർ പണം തട്ടിയിരുന്നതെന്നും പോലീസ് പറയുന്നു. അതേസമയം ഇവർക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന സംഘത്തിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സമ്പന്നരും വിവാഹിതരമായ മുസ്ലിം മതസ്ഥരായ ആളുകളെയാണ് തട്ടിപ്പിനിരയാക്കിയതെന്നും പോലീസ് പറയുന്നു. തന്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ഒരാളും 15 ലക്ഷം രൂപ തട്ടിയെന്ന് മറ്റൊരാളും നൽകിയ പരാതിയിലാണ് സമീറയ്ക്കെതിരെ പോലീസ് നടപടിയെടുത്തത്. പണം ബാങ്കിലൂടെ കൈമാറ്റം ചെയ്തതിന്റെ തെളിവുകളും പരാതിക്കൊപ്പം ഇവർ പോലീസിന് നൽകിയിരുന്നു. മാട്രിമോണിയൽ വെബ്സൈറ്റുകളും ഫേസ്ബുക്ക് പ്രൊഫൈലുകളും വഴിയാണ് സമീറ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. ഫേസ്ബുക്ക് മെസഞ്ചർ, വാട്സ്ആപ്പ് കോളുകളിലൂടെയാണ് ആദ്യം ബന്ധം സ്ഥാപിക്കുക. പിന്നീട് ദൈന്യത നിറഞ്ഞ തന്റെ ജീവിതകഥ ഇവർ പറയും. മുൻപ് സമാനമായ കേസിൽ ഇവർ പിടിക്കപ്പെട്ടിരുന്നെങ്കിലും താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇവർ രക്ഷപ്പെട്ടുവെന്ന് പോലീസ് പറയുന്നു. വീണ്ടും പരാതി ഉയർന്നതോടെ ജൂലൈ 29 നാഗ്പൂരിലെ ഒരു ചായക്കടയിൽ വെച്ചാണ് സമീറയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്.